ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബ്രോ, ആദ്യം ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഇതെനിക്ക് എൻ്റെ വീഡിയോയുടെ താഴെ വളരെ രസകരമായിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വളരെ രസകരമായിട്ട് മറുപടി മറ്റൊരു വ്യക്തി കൊടുത്തിട്ടുണ്ട്, അതും ഞാൻ പറയാം. നീ ആദ്യം പോയിട്ട് IDC റേഞ്ച് എന്താണെന്നുള്ളത് പഠിക്കുക, എന്നാൽ നിനക്ക് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്താണെന്നുള്ള കൺസെപ്റ്റ് ആകെ മാറി മറിയും. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇങ്ങനെ കൂടി വരുന്നത് കണ്ടിട്ട് ഒരുവിധം എല്ലാ ആൾക്കാർക്കും മനസ്സിൽ ഇലക്ട്രിക് വണ്ടി എടുത്താലോ എന്ന് തന്നെയാണ്. എന്നാൽ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്താണ് മനസ്സിൽ മറ്റു പല ചിന്താഗതികൾ വരുന്നത്. ഡീസലും പെട്രോളും ഒക്കെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വഴി നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീസലോ പെട്രോളോ വാങ്ങിക്കൊടുന്ന് അതിൽ പാർന്നിട്ടെങ്കിലും അവിടെ നിന്ന് എടുത്തു പോരാം. ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ വണ്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും പെട്രോൾ പമ്പ് ഉണ്ട്. ഇലക്ട്രിക് വണ്ടികളാണെന്നുണ്ടെങ്കിൽ പമ്പുകളുടെ കുറവ് കാരണം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കും ഒരുവിധമുള്ള എല്ലാ ആൾക്കാരും ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കാതെ നേരെ പെട്രോളിൻ്റെയും ഡീസൽ വണ്ടിയിലോട്ടും വീണ്ടും തിരികെ വരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് IDC റേഞ്ച്. നമ്മളെ വ്യൂവർ പറഞ്ഞ അതേ കാര്യം, IDC റേഞ്ച്. ഈ IDC റേഞ്ച് എന്ന് പറയുന്നത് മൈലേജിൻ്റെ പോലെ അല്ല. മൈലേജ് ഒരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്, കുറഞ്ഞിട്ട് കൂടിയിട്ടൊക്കെ വരാം. എന്നാൽ ഇവിടെ അങ്ങനെ അല്ല. IDC റേഞ്ച് വരുന്ന സമയത്ത് ഇലക്ട്രിക് വണ്ടികളിൽ കമ്പനി പറയുന്ന IDC റേഞ്ച് എത്രയാണോ ഏകദേശം അതിലെടുത്ത് തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് 135 കിലോമീറ്റർ ആണ് കയ്യിലുള്ള ഇലക്ട്രിക് വണ്ടി ആയിട്ടുള്ള ഓലയിൽ കമ്പനി അതിൽ എഴുതി കാണിക്കുന്നത്. നമുക്ക് കിട്ടുന്നതാണെങ്കിലോ 120ൻ്റെ മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായി, എന്നിട്ടും IDC റേഞ്ചിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. അതായത് പെട്രോൾ ഡീസൽ വണ്ടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്ന് മാത്രം. അതിലെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്, അതൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് തിരികെ എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുപോലെ തിരികെ പോന്നാൽ മതി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ള പ്രോബ്ലം എന്ന് പറയാനുള്ളൂ. പിന്നെ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുവിധം എല്ലാ ഭാഗത്തും ചാർജിങ് സ്റ്റേഷനുകൾ ആയി വന്നിട്ടുണ്ട്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പെട്രോൾ വെഹിക്കിൾസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പോൾ ഇങ്ങനെ വരും വർഷങ്ങളിൽ അതിങ്ങനെ വ്യാപിച്ച് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷനുകളായി മാറും. പിന്നെ ബൈക്കിന്റെ കേസിൽ വരുന്ന സമയത്താണ് കുറച്ച് പ്രോബ്ലം ഉള്ളത്. നമ്മുടെ സ്മാർട്ട് ഫോണുകളുടെ പഴയ കാലഘട്ടം ഓർമ്മയുണ്ടോ? ഓരോ മൊബൈലിനും ഓരോ ചാർജിങ് പോയിന്റ് ആയിരുന്നു. ലൈറ്റ്നിങ് പോർട്ട്, C പോർട്ട്, മൈക്രോ USB, നമ്മൾ ഇന്ന് വരെ കാണാത്ത പല ചാർജിങ് പോയിന്റുകളും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാ കമ്പനികളും യൂണിവേഴ്സലായിട്ട് ഒരൊറ്റ ചാർജിങ് പോയിന്റ് ഇറക്കി, അതാണ് C ടൈപ്പ് ചാർജിങ് പോയിന്റ്. ഇതിങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ എന്താ നമുക്കുള്ള സുഖം, ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജർ കയ്യിൽ കൊണ്ട് നടക്കണ്ട. അത് വലിയൊരു കാര്യം തന്നെയല്ലേ. എന്നാൽ ഇലക്ട്രിക് 2 വീലേഴ്സിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാലും ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ്. ടൈപ്പ് 6 ഗണ്ണിൽ വരുന്ന ചാർജേഴ്സ് ഉണ്ട്, ടൈപ്പ് 7ൽ വരുന്നുണ്ട്, ഇനി ഇതിലൊന്നും പെടാത്ത മറ്റുള്ള പല ഗണ്ണുകളും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് 2 വീലേഴ്സും ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത ഇലക്ട്രിക് 2 വീലേഴ്സും ഉണ്ട്. ഈ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് 2 വീലേഴ്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എവിടുന്ന് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനുകൾ വളരെ പരിമിതമാണ്. അതും കമ്പനി നൽകിയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ ചാർജ് ചെയ്യുക. അല്ലാതെ പബ്ലിക്കായിട്ട് ഒരു കോമൺ ആയിട്ട് നമ്മൾ ടൗണുകളിലൊക്കെ കാണുന്ന ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഇലക്ട്രിക് ബൈക്ക് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ടൈപ്പ് 6 ഗണ്ണോ ടൈപ്പ് 7 ഗണ്ണോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള ഗണ്ണുകളാണെങ്കിൽ അതൊന്നും ഇല്ല. അതാണ് സത്യം മനസ്സിലാക്കേണ്ടത്. ഫാസ്റ്റ് ചാർജിങ് എന്ന് വെറുതെ വെഹിക്കിളിന് എഴുതി വെച്ചിട്ടുള്ളൂ, അത് നമുക്ക് പ്രാവർത്തിക്കാൻ കഴിയില്ല. ഇനി കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനുകൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് പോവാം. ഈ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ ആകെ ഉണ്ടാവുക ഒരു 3 പിൻ സോക്കറ്റാണ്. ഈ 3 പിൻ സോക്കറ്റിൽ നമ്മുടെ കയ്യിലുള്ള സ്ലോ ചാർജേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ രക്ഷപ്പെടാം, അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ 4 ഹവേഴ്സും 5 ഹവേഴ്സൊക്കെ അവിടെ നിന്നിട്ട് സ്ലോ ചാർജ് ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് എന്ന് പറയുന്നത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇലക്ട്രിക് കാറുകളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി കാറുകളാണെങ്കിലും ഇനി താഴ്ന്ന തട്ടിലിരിക്കുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ചാർജിങ് സോക്കറ്റ് സെയിം ആണ്, CCS ഗണ്ണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കമ്പനികളുടെ ചാർജിങ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാലോ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ചെയ്യാൻ പറ്റും, അതിൽ പ്രശ്നമല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതേ ഒരു കൺസെപ്റ്റ് ബൈക്കിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കേസിലോ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം കസ്റ്റമേഴ്സ് രക്ഷപ്പെടും. എന്നാൽ അങ്ങനെ ഒരു കമ്പനി ചിന്തിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ പേരാണ് റാപ്റ്റി HV എന്ന് പറയുന്ന ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കമ്പനി. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പേര് റാപ്റ്റി HV T30 എന്ന് പറയുന്ന വെഹിക്കിളാണ്. ഇതിൽ
DC ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളാണ്. അതും CCS എന്ന് പറയുന്ന കാറിൻ്റെ ചാർജിങ് സിസ്റ്റമാണ് ഈ വെഹിക്കിളിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതായത് ഏതൊരു പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകളും നിങ്ങൾ കയറി ചെന്നിട്ട് ഈ ഇലക്ട്രിക് ബൈക്ക് ചാർജ് ചെയ്ത് പോരാൻ പറ്റും. അവിടെ കാറിൻ്റെ ചാർജിങ് പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് അല്ല, അവിടെ CCS ഗൺ എന്നുള്ളതാണ്. CCS ഗൺ കാറിൻ്റെ ചാർജിങ് പോയിൻ്റാണ്. ആ ചാർജിങ് പോയിന്റ് തന്നെയാണ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഈ ബൈക്കിലും DC ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതായത് കാർ ചാർജ് ചെയ്യുന്ന ഏത് ചാർജിങ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഈ ബൈക്ക് ചാർജ് ചെയ്യാൻ പറ്റും. റാപ്റ്റ് HV ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റാർട്ടപ്പാണ്. ഇവരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് 2 വീലേഴ്സ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പീക്ക് ടോർക്ക് വരുന്നത് 70 Nm ആണ്. അതിൻ്റെ മോട്ടോർ പവർ വരുന്നത് 30 HP ആണ്. 0 മുതൽ 60 വരെ ഈ വെഹിക്കിളിന് അച്ചീവ് ചെയ്യാൻ വെറും 3.5 സെക്കൻഡ് മതി. ഈ വെഹിക്കിളിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് 135 km ആണ്. റാപ്റ്റ് HVയുടെ ബാറ്ററി പാക്ക് വരുന്നത് 5.4 kW ലിഥിയം അയോൺ ബാറ്ററി പാക്കാണ്. ഇതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത് 200 km ആണെങ്കിലും പ്രാക്ടിക്കൽ റേഞ്ച് നമുക്കൊരു 150 km വരെ പ്രതീക്ഷിക്കാം. ഒരു പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ വെഹിക്കിൾ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 150 km റേഞ്ച് തരുന്ന ഈ വണ്ടിക്ക് ചാർജിങ് വരുന്നത് CCS ഗണ്ണാണ്. അതായത് 150 km ഇടയിലൊക്കെ എത്ര കാർ പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകൾ വരുന്നുണ്ട്. എവിടെ വേണമെങ്കിലും ഈ വെഹിക്കിൾ കൊണ്ട് പോകാം. അവിടെ കയറിയിട്ട് നമുക്ക് കാർ ചാർജ് ചെയ്യുന്ന പോലെ വെറും 36 മിനിറ്റാണ് പറയുന്നത് DC ചാർജിങ്ങിൽ ഈ വെഹിക്കിൾ ചാർജ് ചെയ്യാൻ ടൈം എടുക്കുന്നുള്ളൂ. ഇനി ഹോം ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3.3 kW ഒരു പോർട്ടബിൾ ചാർജറാണ് കമ്പനി ഈ വണ്ടിയുടെ കൂടെ നൽകുന്നത്. ആ ചാർജർ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഹൈ വോൾട്ടേജ് ടെക്നോളജിയുടെ കാരണം കൊണ്ടായിരിക്കാം വെറും 1 മണിക്കൂർ മതി 0 മുതൽ 80% വരെ ഈ വെഹിക്കിൾ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ. ബാറ്ററിയുടെ വാറണ്ടി കമ്പനി പറയുന്നത് 8 വർഷമോ അല്ലെങ്കിൽ 80,000 km ആണ്. വെഹിക്കിൾ വാറണ്ടി വരുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 30,000 km ആണ്. ഈ വെഹിക്കിളിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഒരു മൾട്ടി ടച്ച് TFT ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കോൾ ആൻഡ് മ്യൂസിക് കൺട്രോൾ, OTA അപ്ഡേറ്റ്സ്, പിന്നെ റാപ്റ്റി എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത് 177 kg ആണ്. സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നത് USD ഫോർക്കാണ്. റിയർ സസ്പെൻഷൻ വരുന്നത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ്. ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ്. ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് നൽകിയിട്ടുണ്ട് വിത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അസിസ്റ്റൻസോട് കൂടിയത്. ABS വരുന്നുണ്ട്, അതായത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. 2 വേരിയൻസിലാണ് കമ്പനി വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. T30 എന്ന് പറയുന്നതും T30 സ്പോർട്സ് എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റും. ഈ 2 വെഹിക്കിളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്പെക്കിലും കാര്യങ്ങളൊന്നും കൂടുതൽ വ്യത്യാസമില്ല. കളേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്തും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,39,000 രൂപയാണ്. ജനുവരിയിൽ ബുക്ക് ചെയ്തവർക്കൊക്കെ ഡിസംബറിൽ ഈ വെഹിക്കിൾ ഡെലിവറി ആവുമെന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ബുക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 രൂപ നൽകിയിട്ട് ഇവരുടെ ഓൺലൈനിൽ സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട്, പുതിയൊരു അറിവാണ് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.